ഓടി വരി പിസ വരി. ഇന്ന് പാത്തൂന് ഒരു സൈക്കിൾ വാങ്ങാൻ പോയതാണ്. ഒത്തിരി നാളായിട്ട് ഒരെണ്ണം വാങ്ങണമെന്ന് വിചാരിക്കണം. ഇപ്പോഴാട്ടോ നടന്നത്. ഇക്കാടെയും കൂട്ടുകാരുടെയും പാത്തൂന്റെ ഒക്കെ ചർച്ചയൊക്കെ കഴിഞ്ഞിട്ട് ഈ കാണുന്ന സൈക്കിൾ ആട്ടോ തീരുമാനിച്ചെടുത്തത്. അതിൽ സപ്പോർട്ടർ ഇല്ല, പക്ഷെ അത് അവർ സെറ്റാക്കി തരുമെന്ന് പറഞ്ഞേ. പാത്തൂനാണെങ്കിൽ ഈ സൈക്കിൾ അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല. ആദ്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ മോന്റെ ഹെർക്കുലീസ് സൈക്കിൾ ഓടിക്കണ കണ്ടിട്ട് പാപ്പാക്കും മോൾക്കും അതിലായിരുന്നു കേട്ടോ കണ്ണ്. അവൾ അതിലോട്ട് എടുത്തിരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പിക്കാന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഓൾറെഡി സപ്പോർട്ടർ ഉള്ള വണ്ടിയാണേ അത്. അവളുടെ മുഖത്തെ തിളക്കം കാണുമായിരുന്നു. കടയിലെ സ്റ്റാഫ് ഒന്ന് പറഞ്ഞു അവര് ബില്ല് ചെയ്തതാണ്, ഈ സൈക്കിൾ ഓൾറെഡി ആ മോൻ എടുത്തു കഴിഞ്ഞു. പിന്നെ വീണ്ടും പാത്ത ആ സൈക്കിളിലോട്ട് വന്നോട്ടോ. ഇതിനിടയിലാണ് എന്റെ നോട്ടം നേരെ നമ്മുടെ പണ്ടത്തെ മാമന്മാരുടെ വികാരമുള്ള സൈക്കിൾ ഉണ്ടല്ലോ അതിലോട്ട് പോയത് കേട്ടോ. ഒത്തിരി ഉണ്ട് അവിടെ കളക്ഷൻസ്. വർഷങ്ങൾക്ക് ശേഷം ഞാനിപ്പോഴാട്ടോ കാണുന്നത്. 90 കിഡ്സിന് ഇതെന്തായാലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ബില്ലടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന സമയത്ത് പാത്തൂന് ഒരു ഹെൽമെറ്റ് വാങ്ങണമെന്ന് വിചാരിച്ചേ. ചുമ്മാ ഒരു രസത്തിന് സൈക്കിൾ ഓടിക്കുമ്പോഴത്തേക്കും ഹെൽമെറ്റ് വെക്കുന്നത് നല്ലതല്ലോ. അങ്ങനെ ഒരു ഹെൽമെറ്റ് വാങ്ങിച്ചു കേട്ടോ. അതിന് പ്രത്യേകം ബില്ലായിരുന്നു, അത് വേറെ കാര്യം. അങ്ങനെ പാത്തൂനെ കൊണ്ട് നേരെ അവിടുത്തെ റോഡിലോട്ട് താഴോട്ട് ഞങ്ങൾ വണ്ടി ഓടിച്ചു പോയേ. വണ്ടി ഓടിച്ച് നല്ല രസമായിരുന്നു കേട്ടോ അവൾ ഓടിക്കുന്നത് കാണാൻ. അവൾക്കൊരു സന്തോഷം. പിന്നെ തലയിൽ വെച്ചേക്കുന്ന ഹെൽമെറ്റ് അവളുടെ പുതിയതല്ല, എന്റെ പഴയതാണ്. അതെന്റെ മിസ്റ്റേക്ക് ആണ്. ആക്ച്വലി ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ കൈതെറ്റി ആ ഹെൽമെറ്റ് എടുത്ത് വെച്ചു കൊടുത്തതാണ്. എന്തായാലും കാര്യം നടന്നല്ലോ. പിന്നെ നേരെ നമ്മുടെ ഇസാഡ് എടുത്താട്ടോ പോയത്. അവൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. രാത്രിയുള്ള ഫുഡ് കൊടുക്കണമായിരുന്നേ. അങ്ങനെ അവന്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തേ. അവൻ നമ്മളെ എപ്പോഴും കാത്തിരിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ നമ്മളെ സമയം അവനും കൂടി ഉള്ളതല്ലേ. അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ. ബൈ.